അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഉസ്താദ്, ഒരു തഖിയ കോളേജ് എന്ന് പറഞ്ഞിട്ടൊരു കോളേജ് നടത്തുന്നത് എന്താ? അതിന്റെ ഒരു ഉദ്ദേശം എന്താണ്? ഇങ്ങനെ കോളേജ് ഉണ്ട്, അൽഹംദുലില്ലാ. പിന്നെ ഞാൻ ആദ്യം ഹിഫ്ദ് കോളേജാണ് തുടങ്ങിയത്, പെൺകുട്ടികൾക്കുള്ള ഹിഫ്ദ് കോളേജ്. അതൊരു 11 വർഷം ഏകദേശമായി, 12ാമത്തെ ബാച്ചായി ഇപ്പൊ തഖിയ ശരീഅത്ത് കോളേജ് അൽഹംദുലില്ലാ അള്ളാന്റെ തൗഫീഖ് കൊണ്ട് ഇപ്പം 3 വർഷം പൂർത്തിയായി. ഫസ്റ്റ് ബാച്ച് ഇറങ്ങി സമൂഹത്തിലേക്ക്. അൽഹംദുലില്ലാ നല്ല രീതിയിൽ പോകുന്നുണ്ട്. എന്താണ് നമുക്ക് മറ്റുള്ള കോളേജുകളിൽ നിന്ന് വ്യത്യസ്തമായി ഈ തഖിയ കോളേജിന് എന്താ ഒരു പ്രത്യേകത? ഉസ്താദ് എന്തിനാണ് ഇത് ആരംഭിച്ചത്? എന്താ ആരംഭിക്കാനുള്ള ഒരു കാരണം? ആരംഭിക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാല്, ഞാൻ ആദ്യം ഹിഫ്ദ് കോളേജ് അങ്ങനെ നടത്തിക്കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ ഈ ഫീൽഡിൽ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഒരുപാട് ആളുകൾ രക്ഷിതാക്കളുമായിട്ട് ബന്ധപ്പെടുന്നുണ്ടല്ലോ. ഹിഫ്ദ് കോളേജിൻ്റെ ഫീൽഡിലൊക്കെ ആയിരിക്കുമ്പോൾ സമയത്തെല്ലാം ഒരുപാട് രക്ഷിതാക്കൾ അവരെ ചെറിയ ചെറിയ കുട്ടികളുടെ പരാതികളുമായിട്ട് വരും. സ്കൂൾ പഠിക്കുന്ന സമയത്ത് പ്രണയത്തിൽപ്പെട്ടതും ഈ മയക്കുമരുന്നിൻ്റെ പ്രശ്നത്തിൽപ്പെട്ടതും, അങ്ങനെ നമുക്ക് പോലും കേട്ടാൽ വിശ്വസിക്കാൻ പ്രയാസമുള്ള പല പരാതികൾ. അപ്പോൾ ഇതൊക്കെ ഉണ്ടായപ്പോൾ എനിക്കൊരു കാര്യം ബോധ്യമായി. കാരണം ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യത്തിൽ 7ാം ക്ലാസ് കഴിഞ്ഞാൽ 8ാം ക്ലാസ് ഹൈസ്കൂളിലേക്ക് നമ്മുടെ കുട്ടികളെ പക്ക ഭൗതികം മാത്രം പഠിപ്പിക്കുന്ന സ്കൂളിലേക്ക് ഇപ്പോഴത്തെ കാലത്ത് പറഞ്ഞയക്കാൻ പറ്റൂല എന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം അത്രത്തോളം വളരെ പ്രശ്നമാണ് നമ്മുടെ ഈ കോളേജ് ക്യാമ്പസുകൾ. ലൈംഗികമായിട്ടുള്ള പ്രശ്നങ്ങൾ, പ്രണയം, ഒളിച്ചോടല് എന്ന് പറഞ്ഞാൽ നമുക്ക് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റില്ല. അത്രയും ചെറിയ കുട്ടികൾ പോലും, സ്കൂളിലെ ഹെഡ് മാസ്റ്റർമാരുടെ മക്കളൊക്കെ ഇഷ്ടം പോലെ. അതായത് നമ്മുടെ അടുത്ത് ഒരു ആള് കുട്ടീനെ ചേർക്കാൻ വേണ്ടി വന്നപ്പോൾ അയാള് മുമ്പ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രിൻസിപ്പളാണ്. അപ്പോൾ അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ഒരു കോളേജ്, ഈ മതപരമായി പഠിപ്പിക്കുന്ന ഒരു കോളേജ് തിരഞ്ഞെടുത്തതെന്ന് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞാൽ എന്താ അറിയോ, ഞാൻ അങ്ങനെ ഒരു സ്കൂളിൻ്റെ പ്രിൻസിപ്പൾ ആയതുകൊണ്ടാണ് ഞാനത് തിരഞ്ഞെടുത്തത്. കാരണം കാലങ്ങളായി നമ്മുടെ സ്കൂളിലൊക്കെ നടക്കുന്ന ഈ പെൺകുട്ടികളും ആൺകുട്ടികളും തമ്മിലുള്ള ഈ പ്രശ്നങ്ങൾ, ലൈംഗികമായിട്ടുള്ള ഒരു പരിധിയില്ലാതെ ഇടപെടലുകളും വേണ്ടാത്തരങ്ങളും ലൈംഗിക കേളികളും, അത് രക്ഷിതാക്കളോട് പറഞ്ഞാൽ വിശ്വസിക്കൂല. നമ്മളെന്തെങ്കിലും പറഞ്ഞാൽ നമ്മൾ പ്രതിയായി മാറുകയാണ്. നമുക്ക് തിരുത്താൻ കഴിയാത്തൊരു സാഹചര്യം. അപ്പോൾ അത് മനസ്സിലാക്കിയതുകൊണ്ടാണ് നമ്മുടെ മക്കളെ വളരെ സുരക്ഷിതമായിട്ട് പരിപൂർണമായിട്ടും ദീനി ചുറ്റുപാടിൽ, വെറും മതവിദ്യാഭ്യാസം മാത്രം ഉണ്ടായാൽ പോരാ, മതവിദ്യാഭ്യാസം കൊടുക്കുന്ന പല ക്യാമ്പസുകളിൽ പോലും ഇന്ന് നമുക്കിഷ്ടപ്പെടാത്തതും ദീനി യോജിക്കാത്തയും കാര്യങ്ങൾ നടക്കുന്നു. നമ്മളെ ഇഷ്ടം പോലെ. അപ്പൊ അതിൽ നിന്ന് വിരുദ്ധമായി മതവിദ്യാഭ്യാസത്തോടൊപ്പം പരിപൂർണമായി പ്രാക്ടിക്കലായി 4 മണിക്ക് സുബഹിന്റെ മുമ്പ് തഹജ്ജുദ് നിസ്കാരത്തിന് എഴുന്നേൽക്കുന്നത് മുതൽ രാത്രി 10 മണിക്ക് ഉറങ്ങുന്നത് വരെ പൂർണ്ണമായും ഒരു മുത്തഖിയായ മുസ്ലിമായി, മുത്തഖിയായി എങ്ങനെ ജീവിക്കാം പ്രാക്ടിക്കലായി പഠിപ്പിച്ച് വിദ്യാഭ്യാസം നൽകുന്നതോടൊപ്പം തന്നെ അവരെ തർബിയത്ത് ചെയ്ത് തസ്കിയത്ത് ചെയ്ത് മുത്തഖിയായ ഒരു മോളാക്കി മാറ്റും.